Good morning. Okay, Avani, good morning. Kishanya, good morning. Lindsay, Ajishna, Vitumol, good morning. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഒന്ന് കഴിഞ്ഞു. ഓക്കെ, മഴയുണ്ടോ അവിടെ? മഴയുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ സാന, ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. എല്ലാവരും സെറ്റ് അല്ലേ? എല്ലാവരും സെറ്റ് ആണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി അല്ലേ? ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസിലെ കുറെ ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? നമ്മൾ മറക്കരുത് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസുകളാണ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, ഇൻഷുർഡ് എന്താണ്, ഇൻഷുറർ ആരാണ്? ഓക്കെ, ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? പോളിസി ഹോൾഡർ ആണ് കേട്ടോ. ഇൻഷുറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനിയാണ് കേട്ടോ. ഇൻഷുറൻസ് കമ്പനിയാണ്. പിന്നെ എന്താണ് പ്രീമിയം? ഓക്കെ, ക്ലെയിം എന്താണ്? ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണ്? തേർഡ് പാർട്ടി ക്ലെയിം എന്താണ്? ഓക്കെ, പിന്നെ എക്സ്ക്ലൂഷൻ എന്താണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്ലെയിം ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസമല്ല, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്, എന്താണ് മെഡിക്ലെയിം ഇൻഷുറൻസ്, രണ്ടും കുറച്ച് വ്യത്യാസമുണ്ട് അല്ലെ? പേര് കേൾക്കുമ്പോൾ ഒരുപോലെ നമുക്ക് തോന്നും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ അതൊരു എഗ്രിമെന്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അഡ്വാൻറ്റേജസ് കണ്ടു. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് കണ്ടോ. അതായത് പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന ചെലവുകൾ, അല്ലെങ്കിൽ എന്തെല്ലാം ചെലവുകൾക്കുള്ള കവറേജ് പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് 7 പോയിന്റുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ, എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ അല്ലെ? സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. തേർഡ് പോയിന്റ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ഫോർത്ത് വൺ ആംബുലൻസ് ചാർജസ്. ഫിഫ്ത്ത് വൺ എന്തായിരുന്നു? ഡേ കെയർ ട്രീറ്റ്മെന്റ്. സിക്സ്ത് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ആൻഡ് സെവൻത് വൺ ഇൻകം ബെനിഫിറ്റ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പോയിന്റുകൾ. 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത്, അഡ്മിറ്റ് ആകുമ്പോൾ അവർക്ക് വരുന്ന എല്ലാ മെഡിക്കൽ സർജിക്കൽ ചെലവുകൾക്കുള്ള കവറേജ് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതല്ലേ നമ്മൾ പറഞ്ഞ സാധാരണ എന്തൊക്കെ കിട്ടും? റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസ്, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി, പിന്നെ അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് കിറ്റ്. ഇതൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന ചെലവുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. രണ്ടാമത്തത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. പ്രീ എന്ന് പറയുന്നത് എന്താണ്? മുൻപാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ അഡ്മിറ്റ് ആകുന്നതിന് മുൻപ് നമുക്ക് പല എന്താ പറയാ മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ വരാം അല്ലെ? അതിപ്പോ നമ്മൾ അഡ്മിറ്റ് ആവണമെന്നില്ല. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചുമയോ പനിയോ ജലദോഷമോ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡോക്ടർ പോയി കാണാറുണ്ട് അല്ലെ? ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യാറുണ്ട്, മരുന്ന് മേടിക്കാറുണ്ട്. ചിലപ്പോ ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ? ഇപ്പൊ എക്സ്റേയോ സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ചില പ്രിവെന്റീവ് ആയിട്ടുള്ള ചില സർജറികൾ, വളരെ മൈനർ ആയിട്ടുള്ളത് കേട്ടോ. അതായത് അഡ്മിറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, അല്ലാതെ നമ്മളിപ്പോ ചെയ്യുന്ന മൈനർ സർജറികൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. അതൊക്കെയാണ് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് വരുന്ന ചെലവുകൾ എന്ന് പറയുന്നത് കേട്ടോ. അത് ഒരു പ്രത്യേക കാലയളവ് വരെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുൻപുള്ള എല്ലാ ചെലവുകളും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക കാലയളവ് വരെ എന്താണ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുൻപുള്ള ചെലവുകൾക്കുള്ള
കവറേജ് എന്ത് ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓൾ മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബിഫോർ ദ പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് അപ് ടു എ പീരീഡ് സ്പെസിഫൈഡ് earlier ആർ കവേർഡ് ഇൻ ദ ഇൻഷുറൻസ് പ്ലാൻ. കണ്ടോ, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് വരുന്ന ചില ചെലവുകൾക്ക് അതും ഒരു പ്രത്യേക കാലയളവ് വരെ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസസിനുള്ള കവറേജ് എന്തിലൂടെ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിലെന്തൊക്കെ വരും? ദീസ് കൺസിസ്റ്റ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻ. ഡോക്ടറിനെ നമ്മൾ ഇടയ്ക്ക് കൺസൾട്ട് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ കൺസൾട്ടേഷൻ ചാർജുകള്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താറുണ്ട്. പ്രൈമറി പ്രൊസീജിയേഴ്സ്, പ്രിവെന്റീവ് സർജറീസ്, അതുപോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള കവറേജും എന്തിൽ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിൽ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടില്ല, ഓൾ മ്യൂട്ട് ചെയ്തേട്ടാ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ് കേട്ടോ. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഡിസ്ചാർജ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ചില ചെലവുകളൊക്കെ വരും. മെഡിക്കൽ എക്സ്പെൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഡോക്ടർ പറയും എത്ര ദിവസത്തിന് ശേഷം ഒന്ന് കാണാൻ പറയുന്നുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഡോക്ടറെ കാണേണ്ടി വരും. ചിലപ്പോൾ ഒന്നും കൂടെ ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ചിലപ്പോൾ ഡോക്ടർ പറയുന്നത് നമുക്കൊരു സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്റേയും കൂടെ എടുത്ത് നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ മരുന്നുകൾ നമുക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഇനി വല്ല ഫിസിയോതെറാപ്പിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അതിനും നമുക്ക് ചെലവുകൾ വരും. എന്ന് പറഞ്ഞാല് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് മെഡിക്കൽ എക്സ്പെൻസസുകൾ വരാറുണ്ട്. അപ്പൊ അത്തരം എക്സ്പെൻസുകൾക്കുള്ള കവറേജും എന്തിൽ ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് all cost involved in patient care and medicines after a patient is discharged from the hospital up to a period specified earlier. നേരത്തെ പറഞ്ഞ പോലെ ഒരു നിശ്ചിത കാലയളവ് വരെ കേട്ടോ, കണ്ട് ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്നല്ല പറയുന്നത്. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക കാലയളവ് വരെ അവരുടെ പരിചരണങ്ങൾക്കും അതുപോലെ തന്നെ മരുന്നുകൾക്കും മറ്റുമായിട്ടുള്ള ചെലവുകൾക്കുള്ള കവറേജ് ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കും. Okay, this consists of a post-hospitalization consultation, diagnostic test, medicines, therapy, drugs, etc. എന്തൊക്കെ വരും? നമ്മൾ ഹോസ്പിറ്റൽ അതായത് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം പിന്നീട് വീണ്ടും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകാറുണ്ട്. ചിലപ്പോൾ ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റോ എക്സ്റേ ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരാറുണ്ട്. മരുന്നുകൾ മേടിക്കേണ്ടി വരും, മെഡിസിൻസ്, പിന്നെ ട്രീറ്റ്മെന്റ്, ഇതിനൊക്കെയുള്ള ചെലവുകൾ ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതാണ് ആംബുലൻസ് ചാർജസ് കേട്ടോ. ആംബുലൻസ് ചാർജസ്. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ will also cover cost involved in shifting the patient to a hospital by an ambulance. അതായത് ഇപ്പൊ ചില പേഷ്യൻസിന് നമുക്ക് ആംബുലൻസിൽ ഒരു ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് നമുക്ക് ആംബുലൻസിൽ എവിടേക്ക് കൊണ്ടുവരേണ്ടി വരും, വീട്ടിലോട്ട് കൊണ്ടുവരേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഇവിടെ ആംബുലൻസ് ചാർജസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആംബുലൻസ് വഴിയായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ചെലവുകൾ അതും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വഴിയായിട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കുക കേട്ടോ, എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിലും ഇതെല്ലാം കിട്ടും എന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ തന്നെ പല ടൈപ്പുകളുണ്ട്, പല തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ പറയുന്ന പ്രകാരമുള്ള കവറേജ് ആണ് ലഭിക്കുക. പക്ഷെ എങ്കിലും പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് പോകുന്ന എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് അഞ്ചാമത്തത് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
the health plan will meet the cost of all procedures and treatments undertaken as an inpatient in a hospital or a daycare facility for less than 24 hours. Less than 24 hours എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഒരു 24 മണിക്കൂറിൽ താഴെ, 24 മണി, ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറാണ്, അത്രയും എടുക്കുന്നില്ല. 24 മണിക്കൂറിൽ താഴെ ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു ഡേ കെയർ ഫെസിലിറ്റിയിലോ എന്താണ് ഒരു ഇൻപേഷ്യന്റ് ആയിട്ട്, അതായത് ഇൻപേഷ്യന്റ് ആയിട്ട് ഏറ്റെടുക്കുന്ന എല്ലാ ചികിത്സാ നടപടിക്രമങ്ങൾക്കുമുള്ള ചെലവുകളും എന്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ദിവസങ്ങളൊന്നും ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മാത്രമല്ല, 24 മണിക്കൂറിൽ താഴെ ഇപ്പൊ ചിലപ്പോൾ ഒരു ആശുപത്രിയിലാണോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡേ കെയർ ഫെസിലിറ്റിയിലായിരിക്കാം, അവിടെ ഒരു ഇൻപേഷ്യന്റ് ആയിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വോമിറ്റിംഗ് വന്ന് അല്ലെങ്കിൽ നമുക്കൊരു തലകറക്കം വന്ന് ഒരു ട്രിപ്പ് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ചിലപ്പോൾ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ചിലപ്പോൾ നമ്മൾ അവിടെ ട്രിപ്പ് ഇട്ട് കിടത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ വിടും അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ 24 മണിക്കൂറിൽ താഴെ ആശുപത്രിയിലോ ഡേ കെയർ ഫെസിലിറ്റിയിലോ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിൽ ചെയ്യുന്ന എല്ലാ ചികിത്സാ നടപടിക്രമങ്ങൾക്കുമുള്ള എക്സ്പെൻസസുകളും എന്തിലൂടെ കവർ ചെയ്യുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് വഴിയായിട്ട് കവർ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് മാത്രമൊക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടില്ലേ, അങ്ങനെയുള്ള ചെലവുകൾക്കും കവറേജ് ഹെൽത്ത് ഇൻഷുറൻസിൽ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് എന്താണ്? ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് മനസ്സിലാവും. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കവർ വിൽ ഗിവ് യു എ ലംപ് സം എമൗണ്ട് ഡെയിലി ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുമ്പോൾ ദിവസേന ഒരു നിശ്ചിത തുക വീതം എന്ത് കൊടുക്കുകയാണ്? പേഷ്യന്റിനായിട്ട് കൊടുക്കുകയാണ്. അതാണ് ഡേ ടു ഡേ ക്യാഷ് എന്ന് പറഞ്ഞത്. ദിവസേന എത്ര ദിവസം അവർ കിടക്കുന്നുണ്ടോ അത്രയും ദിവസം ഡേ ടു ഡേ ക്യാഷ്. അതായത് നമ്മൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുമ്പോൾ ദിവസേന ഒരു നിശ്ചിത തുക, ലംസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത തുകയാണ്, ഒറ്റ തവണയായിട്ട് നമ്മൾ കൊടുക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ലംസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് കേട്ടോ. നമ്മൾ ഒറ്റ തവണയായിട്ട് നമ്മളൊരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നതിനാണ് ലംസം എമൗണ്ട് എന്ന് പറയാം. അപ്പൊ ദിവസേന ഒരു നിശ്ചിത തുക വീതം എന്ത് കൊടുക്കാണ്? പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള കവറേജുകളും ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് ഉണ്ട്. അതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. ഏഴാമത്തെ എന്താണ്? ഇൻകം ബെനിഫിറ്റ് ആണ്. എന്താണ് ഇൻകം ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് പ്രൊവൈഡ് എ ലംപ് സം ടു യുവർ ഫാമിലി ടു റീപ്ലേസ് ദ ലോസ്റ്റ് ഇൻകം ഫോർ ദ ഫാമിലി ഇൻ കേസ് ഓഫ് യുവർ ആബ്സെൻസ്. അതായത് ഇപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് വിചാരിക്കാം. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ വരുമാന സ്രോതസ്. പെട്ടെന്ന് നിങ്ങൾക്കൊരു അസുഖം വന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളായിരുന്നു ആ വീടിന്റെ വരുമാന സ്രോതസ്. നിങ്ങൾക്ക് അപകടം പറ്റുമ്പോൾ നിങ്ങളിലൂടെ ആ കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനം അവിടെ നഷ്ടപ്പെടുകയാണ് അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അതെല്ലാത്തിനും കൊടുക്കില്ല. ചില അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകള് നിങ്ങളുടെ അഭാവത്തില് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക ആർക്ക് കൊടുക്കുകയാണ്? കുടുംബത്തിന് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതാണ് എന്ത്? ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനകത്തുമില്ല. കുറെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനകത്ത് എന്താണ്? നിങ്ങളുടെ അഭാവത്തില് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട വരുമാനത്തിന് പകരമായിട്ട് ഒരു നിശ്ചിത തുക ആർക്ക് കൊടുക്കുകയാണ്? നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുകയാണ്. അത്തരത്തിലുള്ള കവറേജുകളും നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നോക്കി നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഒരു ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് പൊതുവെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. 7 പോയിന്റുകളായിരുന്നു. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പിന്നെ ആംബുലൻസ് ചാർജസ്, ഡേ കെയർ ട്രീറ്റ്മെന്റ്, അതുപോലെ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ലാസ്റ്റ് വൺ ഇൻകം ബെനിഫിറ്റ്. ഓരോന്നിന്റെ പ്രത്യേകത ക്ലിയർ ആയിരിച്ചോ കേട്ടോ? എനിക്കൊന്ന് വായിച്ചു നോക്കിപ്പോ, 1 മിനിറ്റ് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിട്ട് എന്തെങ്കിലും ക്ലിയർ ആവാത്തതെങ്കിൽ അറിയാം കേട്ടോ.
ഓക്കെ ആണല്ലോ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IRDAI എന്നാണ് പറയാ കേട്ടോ. അതാണ് IRDAI. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് IRDAIയുടെ ഫുൾ ഫോം നിർബന്ധമായിട്ടും പഠിച്ചു കഴിഞ്ഞു. എന്താണ് അതിന്റെ ഫുൾ ഫോം? ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ് IRDAI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയില് ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇത് IRDAI എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് IRDAI എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ IRDAI ഹാസ് എ ലിസ്റ്റ് ഓഫ് ഡിസീസസ് ഓർ മെഡിക്കൽ കണ്ടീഷൻസ് ദാറ്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് നമ്മുടെ ഹെൽത്ത് ഈ IRDAI ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില ഹെൽത്ത് കണ്ടീഷൻസ് അല്ല ചില അസുഖങ്ങൾ, അതിന് എന്ത് ലഭിക്കുന്നില്ല? ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കുന്നില്ല. അതായത് ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കാത്ത, പരിരക്ഷ ലഭിക്കാത്ത ചില അസുഖങ്ങള് അല്ല ചില ഹെൽത്ത് കണ്ടീഷൻസിന് ആര് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്? IRDAI ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കുന്ന എക്സ്പെൻസസുകളെ പറ്റിയാണ് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കാത്ത IRDAI ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില അസുഖങ്ങള് അല്ലെങ്കിൽ ചില ഹെൽത്ത് കണ്ടീഷൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞ എക്സ്ക്ലൂഷൻ ആണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെലുങ്ക് പഠിച്ചു. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതായത് ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കാത്ത ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അല്ലെ? കവറേജിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള, ഒഴിവാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് ലഭിക്കാത്ത അസുഖങ്ങള് അല്ലെങ്കിൽ ചില ഹെൽത്ത് കണ്ടീഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കോസ്മെറ്റിക് സർജറീസ്. കോസ്മെറ്റിക് സർജറീസിന് എന്ത് കൊടുക്കില്ല? ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജ് കൊടുക്കുന്നില്ല കേട്ടോ. കോസ്മെറ്റിക് സർജറീസ് നമുക്കറിയാം. കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഭംഗി കൂട്ടാനൊക്കെ ആയിട്ട് വേണ്ടി ചെയ്യുന്ന സർജറിയാണ്. അത് ശരിക്കും നമ്മുടെ അത്യാവശ്യമൊന്നുമല്ല അല്ലെ? നമ്മുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് കയ്യിൽ പൈസയുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അല്ലെ? സോ കോസ്മെറ്റിക് സർജറിക്ക് എന്ത് ലഭിക്കുന്നില്ല? കവറേജ് ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യുക കേട്ടോ. രണ്ടാമത്തത് പറയുന്നത് IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ്. IVF അറിയാലോ, ഇൻവിട്രോ ഫെർട്ടിലിറ്റി, വന്ധ്യതാ ചികിത്സകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളതിനൊന്നും എന്ത് ലഭിക്കുന്നില്ല? കവറേജ് ലഭിക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, ഗർഭധാരണത്തിന്, അതുപോലെ അബോർഷൻ കേസുകൾക്കൊന്നും ഒരിക്കലും എന്ത് കൊടുക്കുന്നില്ല? ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? മിസലേനിയസ് ചാർജസ് ആണ്. മറ്റു പലവക ചാർജസ്. അതെന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയേ? മിസലേനിയസ്, ഇത് അടുത്ത പോയിന്റ് അല്ലാട്ടോ. മിസലേനിയസ് ചാർജസിന് അടുത്ത് വരുന്ന കാര്യമാണ്. മിസലേനിയസ് ചാർജസിനകത്ത് എന്തൊക്കെയാണ്? അതർ ചാർജസ് ലൈക്ക് രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ സർട്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ്. അതായത് മറ്റു പലവക ചാർജസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചാർജ്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രജിസ്റ്റർ ചെയ്യണമല്ലോ. അപ്പൊ രജിസ്ട്രേഷൻ ചാർജുകൾ, അഡ്മിഷൻ ഫീസുകള്, പിന്നെ നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സേവന നിരക്കുകള്, അങ്ങനെയുള്ള കവറേജുകളൊന്നും ഇതിൽ കൊടുക്കുന്നില്ല, ഹെൽത്ത് ഇൻഷുറൻസിൽ കൊടുക്കുന്നില്ല. അതായത് നമ്മുടെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിനൊക്കെയുള്ള ചെലവുകൾ കിട്ടും. പക്ഷെ അല്ലാണ്ട് വരുന്ന ഈ പറയുന്ന രജിസ്ട്രേഷൻ ചാർജ്, അഡ്മിഷൻ ഫീസ്, പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സേവന നിരക്കുകൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഇന്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളതിനൊന്നും കവറേജ് ഇതിൽ ലഭിക്കില്ല, ഹെൽത്ത് ഇൻഷുറൻസിന് ലഭിക്കില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ്? ഹെൽത്ത് സപ്ലിമെന്റ്സ്. ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ നമ്മുടെ ആരോഗ്യം കുറെ കൂടെ നിലനിർത്തുന്നതിന്, വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ കഴിക്കുന്ന ചില സപ്ലിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ വിറ്റമിൻസ് അല്ലെ, അതുപോലെ പ്രോട്ടീൻ ഷേക്കുകൾ, അതുപോലെ ഈ പറയുന്ന നമ്മളിപ്പോ ഡി ടാബ്ലറ്റ്, വിറ്റാമിൻ ഡി ടാബ്ലറ്റുകളൊക്കെ കഴിക്കില്ലേ, പ്രോട്ടീൻസ്, മിനറൽസ്, അങ്ങനെയൊക്കെ നമ്മൾ അഡീഷണൽ കഴിക്കുകയൊക്കെ ചെയ്യില്ലേ? അതൊക്കെ എന്താണ്? ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ്.
അതായത് ഓൾറെഡി നമുക്ക് ഹെൽത്ത് ഉണ്ട്, പക്ഷെ അതിനെ നിലനിർത്താനും അതിനെ കുറേ കൂടെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലതും കഴിക്കാറുണ്ട്. വിറ്റമിനുകള്, പ്രോട്ടീൻ ഷേക്കുകൾ, അങ്ങനെ അത്തരത്തിലുള്ള കവറേജുകളൊന്നും, അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങാനും അത്തരത്തിലുള്ള സപ്ലിമെന്റ്സിനുള്ള കവറേജ് ഒന്നും എന്തിലൂടെ ലഭിക്കുന്നില്ല? ഹെൽത്ത് ഇൻഷുറൻസിൽ ലഭിക്കുന്നില്ല. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹെൽത്ത് സപ്ലിമെന്റ്സ് ഇൻ ഇന്ത്യ, ഹെൽത്ത് സപ്ലിമെന്റ് എക്സ്പെൻസസ് ആൻഡ് പ്രോട്ടീൻ ഷേക്ക് എക്സ്പെൻസ് ആർ നോട്ട് കവേർഡ് ഇൻ ദ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. അത് അങ്ങനെയുള്ള പ്രോട്ടീൻ ഷേക്കോ അല്ലെങ്കിൽ വിറ്റമിൻസോ മിനറൽസോ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വാങ്ങുന്നതിനുള്ള എന്ത് കവറേജ് ഏതിന് കൊടുക്കുന്നില്ല? ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കൊടുക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി നോക്കാട്ടോ, അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാം. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് കേട്ടോ. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപ് ഉണ്ടായിരുന്ന ചില രോഗാവസ്ഥകൾക്ക് അല്ലെങ്കിൽ ചില അസുഖങ്ങൾക്ക് എന്ത് ലഭിക്കുന്നില്ല? കവറേജ് ലഭിക്കുന്നില്ല. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിപ്പോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു എന്ന് വിചാരിക്കാം. ഈ പോളിസി എടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അത്തരം അസുഖങ്ങൾക്ക്, എല്ലാ അസുഖങ്ങൾക്കുമല്ല, അത്തരം ചില അസുഖങ്ങൾക്കുള്ള കവറേജ് എന്തിനും നമുക്ക് ഉടനടി ലഭിക്കില്ല? ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് ലഭിക്കില്ല. അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ച് കേൾക്കാം. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ പോളിസി എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നിരിക്കട്ടെ. അത്തരം ചില അസുഖങ്ങൾക്ക്, എല്ലാ അസുഖങ്ങൾക്കല്ല, ചില അസുഖങ്ങൾക്ക് എന്ത് നമുക്ക് ലഭിക്കില്ല? ഉടനടി നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ഞാൻ പറഞ്ഞത് ഉടനടി ലഭിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരിക്കലും ലഭിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഉടനടി നമുക്ക് ലഭിക്കില്ല. ഇപ്പൊ എനിക്ക് ഒരു ഡയബറ്റിക് ആണെന്ന് വിചാരിക്കാം, എനിക്ക് ഡയബറ്റിക് ഉണ്ട്, പ്രഷർ ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് കഴിഞ്ഞ ഉണ്ട്, ഈ ഒരു അസുഖമുണ്ട്. ഞാൻ ഇന്ന് പോയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാം. ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വെച്ച് എനിക്ക് ഈ പറഞ്ഞ ഡയബറ്റിക്കിന്, പ്രഷറിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം എനിക്ക് പോളിസി എടുക്കുന്നതിന് മുമ്പേ തന്നെ എന്തുണ്ട്? ഈ ഒരു അസുഖമുണ്ട്. അപ്പൊ എനിക്ക് കിട്ടും, ഉടനടി എനിക്ക് കിട്ടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഉടനടി കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില അസുഖങ്ങൾക്ക് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നറിയോ? ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. എന്ത് വെക്കും? ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. ഒരു നിശ്ചിത കാലയളവ് വെക്കും, വെയിറ്റിംഗ് പീരീഡ്. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ അത്തരം അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുൻപായിട്ട്, അതിന് മുമ്പേ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾക്കുള്ള കവറേജ് നമുക്ക് എന്തിന് ലഭിക്കില്ല? ഉടനടി നമുക്ക് ലഭിക്കില്ല. ഉടനടി ലഭിക്കില്ല എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. ഒരിക്കലും കിട്ടില്ല എന്നല്ല, ഉടനടി നമുക്ക് ലഭിക്കില്ല, ഉടനടി നമുക്ക് കിട്ടില്ല. കാര്യം അവിടെ കമ്പനി എന്ത് കൊടുക്കും? ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. അതായത് ഒരു കാത്തിരിപ്പ് സമയം, ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞെങ്കിൽ മാത്രമേ അത്തരം അസുഖങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്കത് വായിക്കാം. പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ. ഡിസീസസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് ഏർലിയർ ആർ നോട്ട് കവേർഡ് അണ്ടർ ദ ഹെൽത്ത് ഇൻഷുറൻസ് റൈറ്റ് അവേ. കേട്ടോ, അതായത് നമുക്ക് പോളിസി എടുക്കുന്നതിന് മുൻപായിട്ട് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾക്ക് ഉടനടി, റൈറ്റ് അവേ, ഉടനടി നമുക്ക് എന്ത് ലഭിക്കുന്നില്ല? ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നില്ല. Some plans do not provide cover for the high blood pressure and diabetes by many others too. ഇനി ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ ഒരിക്കലും ഡയബറ്റീസിനോ പ്രഷറോ അതൊക്കെ മുൻപ് ഉണ്ടായിരുന്നതാണെങ്കിൽ കൂടിയും അതിന് എന്ത് ലഭിക്കില്ല? കവറേജ് ലഭിക്കില്ല. ചിലതിന് കൊടുക്കാറുണ്ട്, ചില പ്ലാനുകൾക്ക് കവറേജ് കൊടുക്കാറുണ്ട്. പറഞ്ഞല്ലോ, ഓരോ പ്ലാനിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഓർക്കുക, അത് കമ്പനിയാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. The insurer will provide a duration after which the claims for the pre-existing health conditions can be made. അപ്പൊ അവിടെ കമ്പനി എന്ത് ചെയ്യും? ഒരു ഡ്യൂറേഷൻ, ഒരു കാലയളവ് അവരവിടെ വെക്കും. അതിനെ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്നാണ് പറയുക. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും. ആ വെയിറ്റിംഗ് പീരീഡിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഇത്തരം അസുഖങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ അജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി എടുത്തു. അതിലൊരു വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ആ പ്ലാനിനകത്ത് 30 days ആണ് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത്. 30 ദിവസമാണ് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പറയുന്ന അജിത്ത് കാർ ഓടിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു.
ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞപ്പോ 30 ദിവസം വരെയാണ് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് ആ 30 ദിവസത്തിന് ഉള്ളില് ഇയാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് ഒരിക്കലും അതിന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം 30 ദിവസം വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ട്. 30 ദിവസത്തിന് ശേഷമാണ് അയാൾക്ക് സംഭവിക്കുന്നതെങ്കിൽ അതിന് അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ ഇയാൾക്ക് സംഭവിച്ചത് എന്താണ്? 30 ദിവസത്തിനുള്ളിലാണ് ഇയാൾക്ക് അപകടം സംഭവിച്ചത്. സോ ആ അപകടം സംഭവിച്ചതിന്റെ പേരിൽ അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം അതിനകത്ത് വെയിറ്റിംഗ് പീരീഡ് 30 ദിവസം കൊടുത്തിട്ടുണ്ട്. ആയിരുന്നു ഇയാൾക്ക് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യത്തിലുള്ള വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാല് അത് നിശ്ചിത കാലയളവാണ്. ആ കാലയളവില് നമുക്ക് ചില പ്രത്യേക അസുഖങ്ങൾക്ക് ക്ലെയിം ഉന്നയിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എപ്പോ ഉന്നയിക്കാം? ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത്തരം അസുഖങ്ങൾക്കുള്ള കവറേജ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ വെയിറ്റിംഗ് പീരീഡ് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ പറയാണ് വെയിറ്റിംഗ് പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഷുറർ ആൻഡ് ക്യാൻ ബി ബിറ്റ്വീൻ 12 to 48 months. അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ പൊതുവെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ അത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നിരുന്നാലും പൊതുവെ കാണുന്നത് ഒരു 12 to 48 months ആണ്. അതായത് ഏകദേശം 1 വർഷം തുടങ്ങി 4 വർഷം വരെയൊക്കെ ഇത് വെക്കാറുണ്ട്, വെയിറ്റിംഗ് പീരീഡ് വെക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? വെയിറ്റിംഗ് പീരീഡ് എന്താണെന്നും പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നുള്ളത് ഓക്കെ ആണല്ലോ. അടുത്തത് കേട്ടോ, സെൽഫ് ഹാം. സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ആൾസോ ഡസ് നോട്ട് കവർ എനി ഇൻഷുറൻസ് ഓർ മെഡിക്കൽ ഇഷ്യൂസ് റൈസിംഗ് ഫ്രം എ പേഴ്സൺ ദാറ്റ് കോസസ് ദംസെൽസ് ഹാം. അതായത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ സ്വമേധയ ഉണ്ടാക്കുന്ന പരിക്കുകൾക്കോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രശ്നങ്ങൾക്കോ എന്ത് ലഭിക്കുന്നില്ല? ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നില്ല. ഓക്കെ, ഞാനന്ന് എക്സ്ക്ലൂഷൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾക്ക് ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് കരുതി നമ്മളെന്നാ ആത്മഹത്യ ചെയ്ത് ആ പൈസ കിട്ടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാര്യം എന്താണ്? പ്രത്യേകമായിട്ട് അതിനകത്തുണ്ട് എന്താണ്? സ്വയം ഉണ്ടാക്കുന്ന പരിക്കുകൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ പ്രശ്നങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് ലഭിക്കില്ല? ഇൻഷുറൻസ് പ്രതിരക്ഷ ലഭിക്കില്ല. ഓക്കെ, ഇത്രയുമാണ് എന്ത് IRDAI ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യാത്ത ചില ഹെൽത്ത് കണ്ടീഷൻസുകളാണ് അവിടെ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞത്? കോസ്മെറ്റിക് സർജറി, IVF ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മിസലേനിയസ് ചാർജസ്, ഹെൽത്ത് സപ്ലിമെന്റ്സ്, പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്, സെൽഫ് ഹാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് ലഭിക്കില്ല, ഹെൽത്ത് ഇൻഷുറൻസിന് കവറേജ് ലഭിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറഞ്ഞല്ലോ. ഓക്കെ, ആ വെയിറ്റിംഗ് പീരീഡിനകത്ത് കവർ ചെയ്യപ്പെടാത്ത ചില അസുഖങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത്. ടെക്സ്റ്റിൽ തന്ന ആ അസുഖങ്ങൾ എന്തായാലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്കറിയാം വെയിറ്റിംഗ് പീരീഡിൽ അല്ലെങ്കിൽ കവറേജ് കിട്ടില്ല എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. കാര്യം ആ ഒരു കാലയളവ് നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും അല്ലെ. ആ ഒരു കാലയളവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത്തരം രോഗങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ ഉടനടി പരിരക്ഷ ലഭിക്കില്ല എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ആ വെയിറ്റിംഗ് പീരീഡിന് ശേഷം മാത്രമേ അത്തരം രോഗങ്ങൾക്ക് നമുക്ക് ക്ലെയിം ഉന്നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ചില അസുഖങ്ങൾ, വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന ചില അസുഖങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം. Even though most health insurance plans cover a vast majority of diseases, there are some kinds of illness which are not covered for the first few years. Given below is the list of diseases which are not covered under the health insurance but come with a waiting period. കേട്ടോ. അപ്പൊ വെയിറ്റിംഗ് പീരീഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില അസുഖങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതിനുശേഷം മാത്രമേ ഈ പറയുന്ന അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം ഉന്നയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് അസുഖങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അൾസേഴ്സ്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ അൾസർ എന്ന് പറയുന്നത് ദഹനനാളത്തിലൊക്കെ ഉണ്ടാകുന്ന അൾസറുകൾ, ട്യൂമറുകളൊക്കെ ഉണ്ടാവില്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ആമാശയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈസോഫാഗസ്, നമ്മുടെ അന്നനാളം അങ്ങനെയൊക്കെ വരില്ലേ. അങ്ങനെ ദഹനാശയ എന്താ പറയാ ദഹനനാളത്തിലൊക്കെ ഉണ്ടാകുന്ന അൾസറുകൾ.
ഓക്കെ. അതുപോലെ തന്നെ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ഏത് തരത്തിലുള്ള ഫിസ്റ്റുല, ഫിസ്റ്റുല കേട്ടിട്ടുണ്ടോ? ഫിസ്റ്റുല, പൈൽസ് കേട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അത്തരം അസുഖങ്ങൾക്കൊന്നും എന്ത് ലഭിക്കുന്നില്ല? കവറേജ്, അതായത് കവറേജ് എന്നല്ല, വെയിറ്റിംഗ് പീരീഡ് ആണ്. ഇത്തരം അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതിനുശേഷം മാത്രം ആ കാലയളവ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. പിന്നെ എന്താണ്? ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ BPH എന്നാണ് പറയുക കേട്ടോ. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. അതെന്ന് പറഞ്ഞാല് ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന് വരുന്ന അസുഖമാണ് കേട്ടോ, വീക്കമാണ്. പ്രത്യേകിച്ച് ഇത് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എവിടെയാ? പുരുഷന്മാരിലാണ് കാണപ്പെടുന്നത് അല്ലെ. അതായത് ഇപ്പൊ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഈ പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരും, ഇൻഫ്ലമേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതില് കൂടുതലും ശരിക്കും പറഞ്ഞൊരു 90% നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ആയിരിക്കും. ക്യാൻസർ അല്ലാത്ത ഇൻഫ്ലമേഷൻ ആയിരിക്കും. പക്ഷെ അതിലൊരു 10% ക്യാൻസറസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ ക്യാൻസറസ് ആയിട്ടുള്ളതല്ല അതിൽ കണക്കാക്കുന്നത്, നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഓഫ് ദ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. അപ്പൊ പ്രോസ്ട്രേറ്റ് പുരുഷന്മാരിലാണ് ഇത് ഉള്ളത്. അപ്പൊ അവർക്ക് ഈ പറയുന്ന നോൺ ക്യാൻസറസ് ആയിട്ട് വരുന്ന പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, അതാണ് എന്ത്? ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്. ഓക്കെ. പൈൽസ് പോലെയുള്ള അസുഖങ്ങള്, ഹെമറോയിഡ്സ്, അങ്ങനെയുള്ളതിനൊന്നും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ്. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ യൂട്രസിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ്. അത് പ്രത്യേകം ഓർക്കുക, പ്രഗ്നൻസിയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷന്റെ കാരണം കൊണ്ടല്ലാത്ത വരുന്ന ബ്ലീഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ബ്ലീഡിങ് വരാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ എന്തെങ്കിലും ഇൻഫെക്ഷൻ, യൂട്രസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ അതുമൂലം ബ്ലീഡിങ് വരാറുണ്ട്. ആ 2 കാരണങ്ങളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വരുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഇറഗുലർ ആയിട്ട് വരുന്ന ബ്ലീഡിംഗ് ഉണ്ട്. അത്തരം അസുഖങ്ങൾക്ക് കേട്ടോ. ഓക്കെ. കാറ്ററാക്ട്. കാറ്ററാക്ട് എന്താ? തിമിരമാണ് കേട്ടോ, തിമിരം. ഹെർണിയ. ഹെർണിയ നമ്മൾ ഡയാലിസിസിൽ പഠിച്ചിരുന്നു അല്ലെ. കുടലിറക്കം എന്ന് പറയും അല്ലെ. നമ്മുടെ കുടലിൽ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് അല്ലെ, ഹെർണിയ. ഓക്കെ. പിന്നെ അഡിക്ഷൻ ട്രീറ്റ്മെന്റ്. അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ എന്തായിരിക്കും? ബിഹേവിയറൽ തെറാപ്പി ആയിരിക്കും അല്ലെ. എന്തെങ്കിലും ഡ്രഗ്സോ ആൽക്കഹോളോ അങ്ങനെ എന്തൊക്കെ ഭയങ്കര അഡിക്ഷൻ വന്നാൽ നമുക്ക് അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടതായിരിക്കും. അതിനൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റ്. ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ്. അതായത് ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ഡെന്റൽ ഇഞ്ചുറീസ് അല്ല, അല്ലാതെ വരുന്ന ഡെന്റൽ ഇഞ്ചുറീസ്. അല്ലാതെ നമുക്ക് പല്ലിന് കേടുപാടുകൾ വരിക, അല്ലെങ്കിൽ പല്ല് പൊട്ടി പോവുക, അങ്ങനെയൊക്കെ വരില്ലേ. അപ്പൊ റൂട്ട് കനാലും മറ്റൊക്കെ ചെയ്യേണ്ടി വരും. അത് ആക്സിഡന്റ് സംഭവിച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പൊ ആക്സിഡന്റ് ഒഴികെയുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്ന ഡെന്റൽ ഇഞ്ചുറീസിന് വെയിറ്റിംഗ് പീരീഡ്. ഓക്കെ. പിന്നെന്താണ്? ജനറ്റിക് ഡിസീസ് ഓഫ് കൺജനിറ്റൽ കണ്ടീഷൻ. ജനിതകപരമായിട്ടുണ്ടാകുന്ന വൈകല്യങ്ങള്. കൺജനിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ബർത്ത് ആണ്, ജന്മനാ ഉണ്ടാകുന്ന അവസ്ഥകള് അല്ലെ, രോഗങ്ങള്, അങ്ങനെയുള്ളതിനൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസർ, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, കാറ്ററാക്ട്, ഹെർണിയ, അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഡെന്റൽ ട്രീറ്റ്മെന്റ്, ജനറ്റിക് ഡിസീസ് ഓഫ് കൺജനിറ്റൽ കണ്ടീഷൻ, ഇങ്ങനെയുള്ളവർക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലയളവ് ചിലപ്പോൾ അത് ഒരു 2 വർഷമാവാം, 3 4 വർഷമൊക്കെ ആവാം. അപ്പൊ ആ ഒരു കാലയളവിൽ ഇത്തരം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ കാലയളവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇത്തരം രോഗങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും കവറേജ് ലഭിക്കുള്ളൂ. ഓക്കെ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇനി നമ്മള് പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ പരിചയപ്പെടാറുണ്ട്. അറിയാലോ, പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞുതരും ഇഷ്ടം പോലെ പ്ലാനുകൾ. ഹെൽത്ത് ഇൻഷുറൻസിൽ തന്നെ പല ടൈപ്പ് ഓഫ് പ്ലാനുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ച് ഒരു 2-3 ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് 5 എണ്ണമാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. 5 എണ്ണം പഠിക്കണം. First one, hospitalization cover. Second one, hospital cash cover. Third one, critical illness cover.
ഫോർത്ത് വൺ പേഴ്സണൽ ആക്സിഡന്റ് കവർ, ഫിഫ്ത്ത് വൺ ടോപ്പ് അപ്പ് കവർ. ഓക്കെ, 5 ടൈപ്പാണ് കേട്ടോ, നമുക്ക് പഠിക്കാനുള്ള 5 ടൈപ്പാണ്. ആദ്യത്തെ നമുക്ക് നോക്കാം, ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് the insured a cover for all the expenses arising out of hospitalization owing to the treatment needed for illness or accident. Underline ചെയ്യുക കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ഇൽനെസ്, അസുഖം മൂലോ ആക്സിഡന്റ് മൂലോ ഒക്കെ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വരുമ്പോൾ അത്തരം ചികിത്സകൾക്കുള്ള ചെലവുകൾക്ക് മുഴുവൻ കവറേജും നമുക്ക് എന്തിലൂടെ ലഭിക്കുന്നു, ഹോസ്പിറ്റലൈസേഷൻ കവറേജിലൂടെ ലഭിക്കുന്നുണ്ട്. അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണ് അല്ലെ, ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. അസുഖം മൂലോ ആക്സിഡന്റ് മൂലോ ഒക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ വരുന്ന ചികിത്സാ ചെലവുകൾക്ക് മുഴുവനുമുള്ള കവറേജ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു. ഓക്കെ, ഇനി ദിസ് ഈസ് ആൻ ഇൻഡെംനിറ്റി കവർ which ensures that make it good for the loss the insured is suffering. അപ്പൊ ഇതൊരു ഇൻഡെംനിറ്റി കവർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു നഷ്ടപരിഹാര കവറേജ് ആണ്. കാര്യം എന്താണ്, ആ ഒരു എന്താ പറയുക വ്യക്തിക്ക്, അതായത് ഇൻഷുർഡിന്, ഒരു പോളിസി ഹോൾഡർക്ക് ഈ അസുഖം മൂലം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് മൂലം അവർക്കുണ്ടാവുന്ന ആ സഫറിങ്സുകൾ അല്ലെ, ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് കവറേജ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. Okay, all the expenses are net based on the details mentioned on required bills and hospital documents. അപ്പൊ അവിടെ നമ്മള് എല്ലാ എക്സ്പെൻസുകളും എങ്ങനെയാണ് കണക്കാക്കുന്നത്, കൃത്യമായിട്ടുള്ള ബില്ലുകളുടെയും ഹോസ്പിറ്റൽ ഡോക്യുമെന്റുകളുടെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ നെറ്റ് എക്സ്പെൻസ്, ഫൈനൽ എക്സ്പെൻസ് നമ്മൾ അവിടെ കണക്കാക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റൽ ബില്ലുകളും മറ്റു ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സിനെയൊക്കെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അത്തരം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫൈനൽ എക്സ്പെൻസ്, നെറ്റ് എക്സ്പെൻസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം, ഈച്ച് കവർ കംസ് വിത്ത് ഇറ്റ്സ് ഓൺ കവറേജ്, എക്സ്ക്ലൂഷണറി ലിമിറ്റേഷൻസ്. ഓരോ കവറേജ് വരികയാണെങ്കിൽ, ഓരോ പ്ലാനുകൾ എടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ചില കവറേജുകൾ ഉണ്ടായിരിക്കും, എക്സ്ക്ലൂഷൻസ് ഉണ്ടായിരിക്കും, ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും, പരിമിതികൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഒരുപോലെയല്ല. അപ്പൊ ഓരോ പ്ലാനുകൾക്ക് അനുസരിച്ച് അതിനനുസരിച്ചുള്ള കവറേജ് ഉണ്ടാവും, ചിലതിന് എക്സ്ക്ലൂഷൻസ് ഉണ്ടാവും, ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കാം, അപ്പോഴാണ് എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും, പല ടൈപ്പ് ഓഫ് പ്ലാനുകൾ ഉണ്ടായിരിക്കും. വേറൊന്നുമില്ല ഹോസ്പിറ്റലൈസേഷൻ കവർ കേട്ടോ. ഓക്കെ, രണ്ടാമത്തേതാണ് എന്ത്, ഹോസ്പിറ്റൽ ക്യാഷ് കവർ. എന്താണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞാല്, നോക്കാം, ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് ടു those expenses which are not covered under a pure hospitalization cover. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് പറയുന്നത്, നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടല്ലോ, അതിനകത്ത് പരിരക്ഷ ലഭിക്കാത്ത മറ്റു പല ചെലവുകൾക്കുമുള്ള കവറേജ് എന്തിന് കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ ക്യാഷ് കവറിനകത്ത് കൊടുക്കുന്നുണ്ട്. വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? ഹോസ്പിറ്റലൈസേഷൻ കവറിൽ എന്താണ്, ആക്സിഡന്റ് അല്ലെങ്കിൽ ഇഞ്ചുറി മൂലം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ വരുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസസിനുള്ള കവറേജ് ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ പറയാത്ത, അതായത് ആ ഒരു ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് കവറേജ് ലഭിക്കാത്ത, പരിരക്ഷ ലഭിക്കാത്ത മറ്റു പല ചെലവുകൾക്കുമുള്ള കവറേജ് ആണ് ഇതിലൂടെ കൊടുക്കുന്നത്, രണ്ടാമത് പറഞ്ഞ ഹോസ്പിറ്റൽ ക്യാഷ് കവറിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, നോക്കാം. Though hospitalization covers medical expenses, there are also incidental expenses which are non-medical in nature. കേട്ടോ, അതായത് ഇങ്ങനെയുള്ള ചെലവുകളായിരിക്കും നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആയിരിക്കും. നമുക്കറിയാം ഒട്ടുമിക്കവാറും ചെലവുകൾ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് പോകും. പക്ഷെ അതിൽ പറയാത്ത ചില ഇൻസിഡന്റൽ എക്സ്പെൻസ്, പെട്ടെന്ന് ആകസ്മികമായിട്ട് വരുന്ന ചില ചെലവുകൾ ഉണ്ട് അല്ലെ, അതെന്ന് പറഞ്ഞാൽ നോൺ മെഡിക്കൽ എക്സ്പെൻസുകളാണ് അല്ലെ. മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല, നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസസ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വന്നു, ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോൺ മെഡിക്കൽ എക്സ്പെൻസുകളാണ്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ദൂരം കാരണം നമുക്ക് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നു, അങ്ങനെയൊക്കെ വരികയെന്ന് വിചാരിക്കാം. അതൊക്കെ എന്താണ്, നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. അപ്പൊ അത്തരം എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ആണ് ഇതിലൂടെ കൊടുക്കുന്നത്, ഹോസ്പിറ്റൽ ക്യാഷ് കവറിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, നോക്കാം. ഫോർ എക്സാമ്പിൾ, എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോ അപ്പൊ അതിനൊരു ചെലവുണ്ട്, നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആണ് അല്ലെ. അതുപോലെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുമ്പോ
സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസ്, അത് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസുകൾ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പെൻസ്, ഇതെല്ലാം തന്നെ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. അതിനുള്ള കവറേജ് ഹോസ്പിറ്റൽ ക്യാഷ് കവറേജിന് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ ടൈപ്പ് ഓക്കെയാണോ? മൂന്നാമത്തെ എന്താണെന്ന് നോക്കിയേ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങള്, ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്ക് കൊടുക്കുന്ന പരിരക്ഷകളുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും അല്ല, വളരെ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന അസുഖങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന കവറേജുകളുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് അല്ലെ. ഓക്കെ, നോക്കിയേ, ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി is a benefit cover that covers the insured for any serious or critical illness like cancer, paralysis, major organ transplant, etc. അണ്ടർലൈൻ ചെയ്തിട്ട്, അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ച് ക്യാൻസർ ആവാം, അല്ലെങ്കിൽ പാരാലിസിസ്, അതായത് സ്ട്രോക്ക് ഒക്കെ വന്ന് തളർന്നു പോവുക, അതുപോലെ മേജർ ഓർഗൻ, വലിയ ഈ പറയുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ആളുകള്, അതുപോലെ ഡയാലിസിസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗാവസ്ഥയുള്ള ആളുകൾക്കുള്ള കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവറിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, for which the hospitalization expenses may or may not be covered in a pure hospitalization cover. Some grave illnesses may need prolonged recovery, which requires additional costs such as incidental expenses, possible loss of income, or structural changes in the family. അത് വേറെ ഒന്നുമല്ല പറയുന്നത്, അതായത് ചില ഗ്രേവ് ഇൽനെസ് വെച്ച് വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ശരിക്കും ഒരുപാട് റിക്കവറിക്ക് ഒരുപാട് കാലതാമസം എടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് അഡീഷണൽ ആയിട്ട് ഒരുപാട് കോസ്റ്റ് വരും, ചെലവുകൾ വരും. അതുപോലെ തന്നെ കുടുംബത്തിന്റെ വരുമാനം നഷ്ടപ്പെടും. ഇതിന് പറയുന്ന കുടുംബത്തിന്റെ താളം തന്നെ തെറ്റിപ്പോകും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്ലാനാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ അസുഖങ്ങൾ, ക്യാൻസർ, പാരാലിസിസ്, ഡയാലിസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള കവറേജ് ലഭിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ ടൈപ്പ് മനസ്സിലായി. നാലാമത്തെ എന്താണ്? പേഴ്സണൽ ആക്സിഡന്റ് കവർ. ആ പേരിൽ തന്നെ മനസ്സിലാവും എന്താണത്. ആക്സിഡന്റ് കവർ ആണ് അല്ലെ. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ആക്സിഡന്റ് പോളിസി കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ് liable to be paid only on account of accident. കേട്ടോ, ആക്സിഡന്റ് സംഭവിച്ച, അസുഖമല്ല, ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന ചെലവുകള്, അതിന് എന്താണ് കവറേജ് കൊടുക്കുന്ന പോളിസി, അതാണ് എന്ത് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ ബെനിഫിറ്റ് പ്ലാൻ in which the opted cover is paid as a lump sum based on the degree of disability and of death. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ബെനിഫിറ്റ് ഉള്ള പ്ലാൻ ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ ആ ഒരു ഡിസേബിലിറ്റി, അവർക്ക് ഈ ആക്സിഡന്റ് സംഭവിച്ച് അവര് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ ആ ഡിസേബിലിറ്റിയുടെ ആ ഒരു വ്യാപ്തി, ഇപ്പൊ മരണപ്പെടുകയാണെങ്കിൽ ആ രീതിയിൽ ലൈഫ് ഇൻഷുറൻസ് കിട്ടും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു നിശ്ചിത തുകയായിട്ട് ഒരു ലംസം എന്ന് പറയുമ്പോൾ ഒറ്റ തവണയായിട്ട് ഒരു നിശ്ചിത തുക കൊടുക്കുന്ന രീതിയിലുള്ള കവറേജ് ആണ്. ഓക്കെ, അതാണ് പൊതുവെ പേഴ്സണൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് സംഭവിച്ചാൽ അവര് ഇൻഷുറൻസ് ചെയ്ത തുക എത്രയാണോ അത് മൊത്തമായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് വൈകല്യമാണ് സംഭവിച്ചതെങ്കിൽ ആ വൈകല്യത്തിന്റെ വ്യാപ്തിക്ക് അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു നിശ്ചിത തുക അവർക്കൊരു ലംസം എമൗണ്ട് ആയിട്ട്, ലംസം എന്ന് വെച്ചാൽ ഒറ്റ തവണയായിട്ട് ഒരു നിശ്ചിത തുക അവർക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യാണ്. അതാണ് എന്ത് പേഴ്സണൽ ആയിട്ട്. ലംസം എടുത്ത് പറയാൻ കാരണം നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ഉള്ള രീതിയിലല്ല കൊടുക്കുന്നത്, ഒറ്റ തവണയായിട്ട് ആ നിശ്ചിത തുക അവർക്ക് ഒറ്റ തവണയായിട്ട് ഫുൾ എമൗണ്ട് ആയിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് എന്ത് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. അടുത്ത ശ്രദ്ധിക്കുക, ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ടോപ്പ് അപ്പ് എന്ന് വെച്ചാൽ ശരിക്കും ഒരു ആഡ് ഓൺ കവറാണ്. ആഡ് ഓൺ കവർ അതായത് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കട്ടെ, ആ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രകാരമുള്ള തുകയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചെലവുകൾ വരികയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറയുന്നത് റീചാർജ് ചെയ്യുന്നതിനെ പൊതുവെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറയുന്നത് എന്താണ് ശരിക്കും ആഡ് ഓൺ ചെയ്യാണ്. അതായത് നിലവിലിരിക്കുന്ന എക്സിസ്റ്റിംഗ് പോളിസിയുടെ അപ്പുറത്തേക്ക്, അതിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ചെലവുകൾ വന്നു കഴിഞ്ഞാൽ അതിന് കവറേജ് കൊടുക്കുന്ന തരത്തിലുള്ള പ്ലാനുകളാണ് ടോപ്പ് അപ്പ് കവർ. അതായത് ഇപ്പൊ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നെന്ന് വിചാരിക്കും, എനിക്ക് ഒരു 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ടോപ്പ് അപ്പ് കവറും എടുത്തിട്ടുണ്ട്.
ടോപ്പ് ഓഫ് കവർ വന്നിട്ട് ഏകദേശം ഒരു എത്രയാണ് 3 ലക്ഷം രൂപയുടെ ടോപ്പ് ഓഫ് കവർ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ വിചാരിക്കും. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു, ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു. എനിക്ക് ഹോസ്പിറ്റലൈസേഷൻ മൊത്തം ചെലവ് വന്നത് ഏകദേശം 6 ലക്ഷത്തോളം ചെലവാണ് എനിക്ക് ആയത്. 6 ലക്ഷം എനിക്ക് ചെലവായി. അപ്പൊ ഞാൻ ഓൾറെഡി എടുത്തിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ 5 ലക്ഷത്തിന്റെ. അപ്പൊ 5 ലക്ഷം എനിക്ക് അധികം കിട്ടും, പക്ഷെ 6 ലക്ഷം ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി ആ പരിധിക്ക് അപ്പുറത്തേക്ക് എനിക്ക് ചെലവ് വന്നു. ഞാൻ എടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ പരിധി 5 ലക്ഷമാണ്. ആ 5 ലക്ഷത്തിന് അപ്പുറത്തേക്ക് എനിക്ക് എന്ത് സംഭവിച്ചു? ചെലവ് വന്നു. അപ്പൊ ആ എക്സ്ട്രാ വരുന്ന ചെലവ് എനിക്ക് കവർ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കാൻ? എന്റെ ടോപ്പ് ഓഫ് കവർ സഹായിക്കാൻ. ടോപ്പ് ഓഫ് കവറിൽ ഞാൻ 3 ലക്ഷം രൂപയുടെ ടോപ്പ് കവർ എടുത്തിരിക്കുന്നു. അപ്പൊ അതിന് എനിക്ക് വേണമെങ്കിൽ 1 ലക്ഷം എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ കാര്യം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എക്സിസ്റ്റിംഗ് പോളിസിയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചെലവുകൾ വന്നാല് അത് കവർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ടോപ്പ് ഓഫ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വായിച്ചു നോക്കാം. എ ടോപ്പ് ഓഫ് ഹെൽത്ത് കവർ ഇസ് കൺസിഡേർഡ് ആസ് എൻ എക്സ്റ്റൻഷൻ. കേട്ടോ, എക്സ്റ്റൻഷൻ ഓവർ യുവർ കറന്റ് ഹെൽത്ത് ഓഫ് ഹോസ്പിറ്റൽ. നിലവിലുള്ള നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്? ടോപ്പ് ഓഫ് കവറിനെ കണക്കാക്കുന്നത്. ഓക്കെ, ദിസ് പോളിസി ക്യാൻ ബി കൺസിഡർഡ് ആസ് എൻ ആഡ് ഓൺ കവർ. കണ്ടോ, ആഡ് ഓൺ കവർ ടു യുവർ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയുടെ ആഡ് ഓൺ, അതിന്റെ മുകളിൽ ആഡ് ഓൺ ചെയ്തുകൊണ്ടുള്ള ഒരു കവറേജ് ആണ്. In case of higher expenses due to illness or accidents, when the existing policy sum insured gets exhausted, a top-up cover takes care of the extra expenses. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർക്കാൻ മതി കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന എക്സിസ്റ്റിംഗ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന തുകയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് ചെലവുകൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ടോപ്പ്-അപ്പ് കവറാണ് നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസുകളെ കവർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? 5 ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഏതൊക്കെ നമ്മൾ പഠിച്ചത്? ഹോസ്പിറ്റലൈസേഷൻ കവർ, പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ, ടോപ്പ് ഓഫ് കവർ. ഓക്കെ, ഓരോന്നിന്റെ പ്രത്യേകത മനസ്സിലായോ? ആ ക്യാരക്ടറിസ്റ്റിക്സ് വന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം, ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾക്കുള്ള കവറേജ്. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലൈസേഷൻ കവറേജിനകത്ത് ലഭിക്കാത്ത നോൺ മെഡിക്കൽ എക്സ്പെൻസസിനുള്ള കവറേജ് തരുന്നതാണ് എന്ത്? അതാണ് ഹോസ്പിറ്റൽ ക്യാഷ്. ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്ന കവറേജുകൾ. പേഴ്സണൽ ആക്സിഡന്റ് കവർ ആക്സിഡന്റ് മൂലം സംഭവിക്കുന്നതിനുള്ള ചെലവുകൾക്ക് കവറേജ് കൊടുക്കും. ടോപ്പ് ഓഫ് കവർ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് പോളിസിയുടെ പരിധിക്ക് അപ്പുറത്തേക്ക് ചെലവുകൾ വന്നു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ടോപ്പ് ഓഫ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് 5 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. 5 എണ്ണം ഓടിച്ച് വായിച്ചു നോക്കി. ക്ലിയർ ആയോ? നോക്കി. ഓക്കെ ആണോ? കിട്ടി എല്ലാവർക്കും? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ? സോഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ കമ്മ്യൂണിറ്റിനെ സംബന്ധിക്കുന്നത്, അല്ലെ? മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ജീവിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. ശരിക്കും പറഞ്ഞാൽ പൊതുവെ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, അല്ലെ? എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട് ആണ് സോഷ്യൽ എന്ന് പറയുന്നത്, അല്ലെ? ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞാൽ
നമുക്ക് വ്യക്തിഗതമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ എടുക്കാം. അതുകൂടാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട്, ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിലെ ആളുകളായിരിക്കാം, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഇതൊക്കെ എല്ലാവർക്കും അല്ലെ, അതായത് ഒരു കൂട്ടം ആളുകള്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പൊതുവെ ഗവൺമെന്റ് കൊടുക്കുന്നതുണ്ട്, അതല്ലാതെ വലിയ കമ്പനികളാണെങ്കിൽ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കുമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്തിനകത്ത് പെടുന്നുണ്ട്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് പെടുന്നതാണ്. നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവാം, ഇതൊരു വ്യക്തികൾക്കായിട്ടല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിന് ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ ഇനി അടുത്ത പേജുകളിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എൻ ഇൻഷുറൻസ് പ്രോഗ്രാം ദാറ്റ് മീറ്റ്സ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 3 കണ്ടീഷൻസ്. അപ്പൊ എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതിന്റെ ഒരു ഡെഫിനിഷൻ അവിടെ പറയുന്നില്ല. പക്ഷെ അതിന്റെ 3 പോയിന്റുകൾ, 3 ക്യാരക്ടറിസ്റ്റിക്സ്, 3 സവിശേഷതകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അതെന്താണ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന എന്താണ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ പ്രത്യേകതകളാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ 3 പോയിന്റുകളേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. Participation in the program is mandatory either by the law or by the conditions of the employer. ഇവിടെ വായിക്കാം. Participation in the program is mandatory either by the law or by the conditions of the employer. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഒന്നുകിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം ആളുകള് ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം. അത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. ഓക്കെ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ പ്രത്യേകതയാണ് പറയേണ്ടത്. അതായത് എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്നല്ല പറയുന്നത്, അത് മനസ്സിലാക്കുന്നതിനുള്ള കണ്ടീഷൻ ആണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? അതായത് ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിനകത്ത് ഒന്നുകിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം ആളുകള് അതിന്റെ ഭാഗമായിരിക്കണം, അതിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം, പങ്കാളിത്തം വഹിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായോ? അതായത് നമ്മളൊരു സോഷ്യൽ ഹെൽത്ത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് നിയമപ്രകാരം എന്ന് പറയുക, ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം മുന്നോട്ട് വെക്കുകയാണ്. അതായത് ഒരു ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് നിയമപ്രകാരം തന്നെ അനുശാസിക്കുകയാണ്, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസ്, എല്ലാ പൗരന്മാരും ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകണം എന്ന് നിയമം മൂലം അനുശാസിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് പിൻവലിയാൻ പറ്റുമോ? ഇല്ല. കാര്യം അത് നിയമപ്രകാരം നിർബന്ധമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ സാലറിയുടെ, അവരുടെ വേതനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ഗവൺമെന്റിലേക്ക് പിടിക്കും. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പിടിച്ചെടുക്കും അല്ലെ. അപ്പൊ അവിടെ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. കാര്യം നിയമപ്രകാരമാണ്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമമാണ് നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഭാഗമാകണം എന്ന് നിയമം മൂലം അനുശാസിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇതിന്റെ ഭാഗമായിരിക്കും അല്ലെ. ഓക്കെ, അത് ഒരു കാര്യം. അതാണ് ഐദർ ബൈ ദ ലോ. പിന്നെ എന്താണ്? ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം. തൊഴിൽ വ്യവസ്ഥ പ്രകാരം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാനൊരു കമ്പനി നടത്തുന്നത് വിചാരിക്കും. ഓക്കെ, ഞാനൊരു കമ്പനി നടത്തുകയാണ്. നിങ്ങളെ പോലെയുള്ള കുറെ ആളുകൾ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ തൊഴിലുടമയാണ്, നിങ്ങൾ അവിടുത്തെ തൊഴിലാളികളാണ് എന്ന് വിചാരിക്കാം. അതെന്ത് പറയുന്ന എക്സാമ്പിൾ ആണ്, വിചാരിക്കില്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ ജോലി ലഭിക്കണമെങ്കിൽ എന്റെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ഞങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ജോലി തരുമ്പോൾ തന്നെ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കമ്പനിയിലെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം ഈ പറയുന്ന എല്ലാ ആളുകളും എന്ന് ഞാൻ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിന്റെ ഭാഗമായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു നിശ്ചിത തുക വീതം കമ്പനി ഹെൽത്ത് ഇൻഷുറൻസിലേക്കായിട്ട് എടുക്കും. ശരിയല്ലേ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നുകിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം എല്ലാ ആളുകളും
ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? ഒന്നുകിൽ നിയമപ്രകാരമോ അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരമോ ഭാഗമാകുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എഴുതിയില്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദ പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. രണ്ടാമത്തെ പ്രത്യേകത. അതായത് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിനായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികൾക്കായിട്ടാണോ, ഒരു വ്യക്തിയെയാണോ അവിടെ ഫോക്കസ് ചെയ്യുന്നത്? അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ്. പറഞ്ഞില്ല, അതൊരു വ്യക്തിനെ അല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ, അതിപ്പോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ആളുകളായിരിക്കാം. ഇതൊക്കെ ഒരു കൂട്ടം ആളുകളല്ലേ. അങ്ങനെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുകയും ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിനായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത് നോക്കിയേ. An employer makes a contribution to the program on behalf of an employee. ഇതാണ് an employer makes a contribution to the program on behalf of an employee. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമകളാണ്, മുതലാളിമാരാണ്. അപ്പൊ തൊഴിലുടമകള് തന്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്തിലേക്ക്? ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ മറ്റേ എത്തിക്സ് ഒക്കെ പറഞ്ഞപ്പോ നമ്മൾ ESI ഒക്കെ പഠിച്ചത് ഓർമ്മയില്ല? ESI അവിടെ തൊഴിലുടമകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, തൊഴിലാളികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലെ, തൊഴിലുടമകൾ തന്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന മൂന്ന്. ഇതൊക്കെ ഹെൽത്തിന്റെ പ്രത്യേകതയാണ്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത. ഈ പറയുന്ന മൂന്ന് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻസോ സാറ്റിസ്ഫൈ ചെയ്തുണ്ടെങ്കിൽ അതെന്താണ്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മൂന്ന് പോയിന്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പറഞ്ഞു ശരണ്യ. കഴിഞ്ഞ ക്ലാസ്സിലെ ഡൗട്ട് ചോദിച്ചോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോദിച്ചോ മോൾ, ചോദിച്ചോ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ശരണ്യ പറഞ്ഞോ, എന്തായിരുന്നു ഡൗട്ട്? ഡൗട്ട് എന്താ വെച്ചാൽ ചോദിച്ചോളൂ. എന്താണ് ശരണ്യ? മെഡിക്ലെയിം ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് ആണോ? മെഡിക്ലെയിം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്ലെയിം ഇൻഷുറൻസും. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് ദാറ്റ് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് എൻ ഇൻഷുർഡ് ഇൻഡിവിജ്വൽസ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസ്. അതായത് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, പോളിസി ഹോൾഡർ, പോളിസി എടുത്തിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മെഡിക്കൽ സർജിക്കൽ ചെലവുകൾക്കുള്ള കവറേജ് കൊടുക്കുന്ന പ്ലാനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയാ, ഇതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് അവര് പോളിസി എടുത്ത വ്യക്തിയുടെ മാക്സിമം തുകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് പെട്ടെന്ന് ചില അസുഖം വരികയാണ്, ചില കണ്ടീഷൻ പറയുന്നുണ്ട്. ഇൻ ദി ഇവന്റ് ഓഫ് എ സഡൻ ഇൽനെസ്, പെട്ടെന്ന് അവർക്ക് ഒരു അസുഖം വരികയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പോളിസി എടുത്ത സമയത്ത് അതിന്റെ പോളിസി എടുത്ത കാലയളവിൽ അവർക്കൊരു സർജറി ആവശ്യമായിട്ട് വന്നു. അങ്ങനെയുള്ള ചെലവുകൾക്കുള്ള എക്സ്പെൻസുകളാണ് മെഡിക്ലെയിം ഇൻഷുറൻസിനകത്ത് കൊടുക്കുന്നത്. അപ്പോ രണ്ടും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാല് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേക കണ്ടീഷൻസ് ഒന്നും പറഞ്ഞത്, അത് കുറെ കൂടെ ബ്രോഡർ ആയിട്ടുള്ള രീതിയിലുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ മാത്രമേ കൊടുക്കുള്ളൂ അങ്ങനെയൊന്നും പറയുന്നില്ല. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണ്, ആ രോഗിക്ക് അതിനകത്ത് പ്രീ ഹോസ്പിറ്റലൈസേഷനും പെടും, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിന് എല്ലാത്തിനുള്ള കവറേജ് ഹെൽത്ത് ഇൻഷുറൻസിൽ കിട്ടും. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അവിടെ കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ അവിടെ കവറേജ് കൊടുക്കൂ. ചുരുക്കി പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന് കുറെ കൂടെ ബ്രോഡർ കവറേജ് ഉണ്ട്, മെഡിക്ലെയിം ഇൻഷുറൻസിന് അതിനേക്കാളും കുറച്ച് കുറവാണ്. ഓക്കെ, മനസ്സിലായ ശരണ്യ? ഓക്കെ ആണോ?
ക്ലിയർ ആയോ? ഓക്കെ, ഇനി മോള് ഒരു കാര്യം ചെയ്യാം, റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് കേൾക്കുന്നു കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.